കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരിഫലങ്ങളിൽ നിന്നും തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യരെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ച് അയക്കുകയും ചെയ്തു. അവൻ വീണ്ടും ഒരുവനെ അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു. ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവനിനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തൻ്റെ പ്രിയപുത്രൻ. എൻ്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഇന്നത്തെ വായനകളിലൂടെ കർത്താവ് നമുക്ക് തരികയാണ്. ആദ്യ വായനയിൽ പത്രോസ്ലിഹായിലൂടെ കർത്താവ് പറയുന്നതാണ്, നമ്മുടെ ഭക്തിക്കും നമ്മുടെ ജീവിതത്തിനും വേണ്ട എല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഭക്തജീവിതത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിനും വേണ്ട എല്ലാം, അതായത് സമാധാനം. എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, അനുദിന ജീവിതത്തിൽ നിരന്തരമായ ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ്, വിശുദ്ധ എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ അനുദിന ജീവിതത്തിലും ഭക്തജീവിതത്തിലും അല്ലെങ്കിൽ ഭക്തിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ സങ്കീർത്തനം ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. 91-ാം സങ്കീർത്തനമാണ്. 91-ാം സങ്കീർത്തനം നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന സങ്കീർത്തനമാണ്. ദൈവിക സംരക്ഷണത്തിൻ്റെ സങ്കീർത്തനമാണ്. അതിനകത്ത് പറയാണ്, ഈ അറിവ് നമ്മളെ ഏതെല്ലാം വിഷയങ്ങളുടെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കും. പറയാണ്, 1, നമ്മളെ രക്ഷയിലേക്ക് നയിക്കും. 2, സംരക്ഷണം തരും. 3, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തരും. അതാണ് പറഞ്ഞത്, സ്നേഹത്തിൽ നാം അവനോട് ഒട്ടി നിൽക്കുന്നതിനാൽ അവൻ നമ്മെ സംരക്ഷിക്കും. യേശുവിനെ കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. പറയാണ്, അവൻ നമ്മെ രക്ഷിക്കും. എന്നിട്ട് അവൻ്റെ നാമം നമ്മൾ അറിയുന്നത് കൊണ്ട് അവൻ നമ്മെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഈ നാമം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള സ്വർഗം നൽകിയ ഏക നാമം യേശു എന്ന നാമം. ആ നാമത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. ഈ ലോകത്തിലുള്ള സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിലായിരിക്കുന്നവരാണ് യഥാർത്ഥ സുരക്ഷിതത്വം അനുഭവിക്കുന്നവൻ. ഈ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ദൈവിക സംരക്ഷണത്തിലായിരിക്കുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥ സംരക്ഷണം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മക്കളെ ഓർത്തൊക്കെ ഒത്തിരി മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, വിദേശത്തോ വിദൂരത്തൊക്കെ പോകുമ്പോൾ മാതാപിതാക്കൾക്ക് ടെൻഷനാണ്. എന്താ അച്ഛാ, അവർ ഇങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമ്പോൾ അവരെന്നാ ചെയ്യുമെന്ന് അറിയില്ല അച്ഛാ, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയാറുണ്ട്. ദൈവിക സംരക്ഷണത്തിൽ നമ്മളെ മക്കളാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവർ സുരക്ഷിതരാണ്. പ്രത്യേകിച്ച് അവരുടെ ഭക്തജീവിതത്തിന്, വിശുദ്ധ ജീവിതത്തിനെതിരായി നിൽക്കുന്ന ആത്മീയ ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ
നമ്മുടെ മക്കൾ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും നിലനിൽക്കാൻ പറ്റും. കാരണം എന്താ? അവർ ദൈവത്തെ അറിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവം അവരെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അറിയാത്ത അവസ്ഥയാണെങ്കിലോ, സ്നേഹത്തിൽ അവനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കാത്ത ഒരു ആത്മീയ അവസ്ഥയാണെങ്കിലോ, ദൈവത്തോട് സ്നേഹത്തിലും ദൈവത്തോടുള്ള ബന്ധവും ഒരുവൻ വിച്ഛേദിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം തകർന്നു പോകുമ്പോഴാണ് നമ്മുടെ ഭാഷ പറയാല്ലേ ബന്ധനം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ഒരുവന്റെ ബന്ധം തകരുന്നതാണ് ബന്ധനം എന്ന് പറയുന്നത്. അവൻ പാപത്തിലേക്ക് പോകും, അവൻ തിന്മയിലേക്ക് പോകും, അവൻ അശുദ്ധിയിലേക്ക് പോകും. അപ്പോൾ ദൈവസ്നേഹത്തിൽ ഒരുവന് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ, ദൈവത്തോട് ആത്മീയ ബന്ധത്തിൽ അവൻ നിലനിൽക്കാതെ വരുമ്പോൾ അവൻ പാപത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ ദൈവത്തോട് ചേർന്ന് നിൽക്ക്, അവൻ നിന്നോട് ചേർന്ന് നിൽക്കും. പിശാചിനെ ചെറുത്ത് നിൽക്ക്, അപ്പോൾ അവൻ നിന്നിൽ നിന്ന് ഓടിയകലും. ഒരുവന് പിശാചിനെ ചെറുത്ത് നിൽക്കാൻ പറ്റണമെങ്കിൽ അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റണം. അപ്പോൾ ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് നിന്നാൽ അവൻ നിന്നെ രക്ഷിക്കുകയും അവൻ്റെ നാമം നീ അറിയുന്നത് കൊണ്ട് അവൻ നിന്നെ രക്ഷിക്കുകയും, എന്നിട്ട് പറയുകയാണ്, മൂന്നാമതായിട്ട് പറയുകയാണ്, നീ കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കരഞ്ഞപേക്ഷിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരം തരും. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, നീ കടന്നു പോകുന്ന അനുദിന ജീവിതത്തിൻ്റെതായതും ഭക്തജീവിതത്തിൻ്റെതുമായ, അതായത് നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെയും നിന്റെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും നീ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ നിനക്ക് ഉത്തരം തരുമെന്നാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ സത്യം അറിയാതെ ജീവിക്കുന്ന ചില ജീവിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവസാനം സ്വന്തം പുത്രനെ നൽകി. നമ്മൾ ഈ ലോകത്ത് വെറും തീർത്ഥാടകരാണെന്നും നമുക്കൊന്നും ഉടമസ്ഥാവകാശത്തിൽ, നമ്മളെല്ലാത്തിൻ്റെ കസ്റ്റോഡിയൻസ് ആണ്, കാവൽക്കാരാണെന്നുള്ള സത്യം നമ്മൾ അറിയണം. ദൈവം വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പോകണം. നമ്മുടെ ആത്മാവിനെ ദൈവം അതുപോലെ കാവൽക്കാരായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:8 നാം വായിക്കുന്നതാ, അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും ഇനിയും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവനായ മനുഷ്യൻ അതേ മണ്ണിൽ നിന്നും വിഫല ദൈവങ്ങളെ മെനയുന്നുവെന്നും അവന് മരണമുണ്ടെന്നോ അവൻ്റെ ജീവിതം ഹ്രസ്വമാണെന്നോ എന്ന് ചിന്തിക്കുന്നേയില്ല എന്ന വചനം പറയുന്നത്. അപ്പോൾ സ്വന്തം പുത്രനെ നൽകി ദൈവം നമ്മെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ സത്യം അറിയാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ യേശുവിനെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. യേശുവിനെ തിരസ്കരിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ ദൈവിക സംരക്ഷണത്തിൽ നിന്നും ദൈവിക സുരക്ഷിതത്വത്തിൽ നിന്നും ദൈവം നമുക്കായി സ്വന്തം പുത്രനിലൂടെ നൽകിയിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും മുന്നിൽ നമ്മൾ മറുതലിച്ച് നിൽക്കുകയാണ്, പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ രക്ഷിക്കാൻ പറ്റില്ല. അവൻ സ്വയം അവൻ്റെ നിത്യനാശം തിരഞ്ഞെടുക്കുകയാണ്. അതാണ് സുവിശേഷം നമ്മൾ കാണുന്നത്. അവർക്ക് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്ത് മുന്തിരി തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് ചുറ്റും വേലിയെ കെട്ടി അവരെ ഏൽപ്പിച്ചിട്ട് പോയി. യജമാനൻ പോയി, മുഴുവൻ ഫ്രീഡം കൊടുത്തേക്കുക. ഈ മുന്തിരിത്തോട്ടം ആരാ? യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഈ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനതയാണ്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. നമുക്ക് മുഴുവൻ സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമ്മുടെ ജീവിതം ജീവിക്കാം. ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണോ, ദൈവത്തോട് ഒട്ടിച്ചേർന്ന് ജീവിക്കണോ, വിശുദ്ധ ജീവിതം നയിക്കണോ, ആത്മീയ പക്വതയും കരുത്തുള്ളൊരു ജീവിതം നയിക്കണോ, അതോ പാപത്തിലും അശുദ്ധിയിലും ദൈവത്തെ നിഷേധിച്ചും തള്ളിപ്പറഞ്ഞും ലോകത്തോടുള്ള ബന്ധത്തിലും ഈ സ്വാതന്ത്ര്യം തന്നിട്ട പോയെ. എന്നിട്ട് ആ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വന്തം പുത്രനെയും നൽകി. ഒരുവന് നേടാൻ പറ്റുന്ന ഏറ്റവും പരമോന്നതമായ അവൻ്റെ ആത്മരക്ഷയുടെ വിഷയത്തിന് വേണ്ടി സ്വന്തം പുത്രനെ നൽകി. എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. പ്രവാചകന്മാരെ നൽകി, വിശുദ്ധരെ നൽകി, രക്തസാക്ഷികളെ നൽകി. സ്വന്തം പുത്രനെ അവൻ നമുക്ക് തന്നു. എന്തിനാണെന്നറിയാം? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അത് നമുക്ക് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം. ഈ സ്വീകരിക്കുന്നതിലൂടെയും തിരസ്കരിക്കുന്നതിലൂടെയും നമ്മൾ നമ്മുടെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗത്തിലേക്ക് എത്തുമ്പോൾ അതൊന്നില്ലെങ്കിൽ ആത്മനാശത്തിൻ്റെ അല്ലെങ്കിൽ ആത്മരക്ഷയുടെ വഴിയായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷ, നമ്മുടെ സ്വർഗം, നമ്മുടെ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഇന്നത്തെ വായനകളിലൂടെ കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം. ഇത് മനസ്സിലാക്കി ഓരോ നിമിഷത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് ഈശോയുള്ള സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ളതാകട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.